ഇന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽപ്പെട്ട് ഉലയുകയാണ് UDF. കണ്ണൂർ സീറ്റിൽ കെ സുധാകരന്റെ അവകാശവാദം പരിഹരിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്. തീരുമാനമായ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നാളെ പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായുള്ള ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ നീളുകയുമാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മുസ്ലിം ലീഗ് ഉടൻ പ്രഖ്യാപനം നടത്തും. കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. മത്സരിക്കുമെന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുമ്പോഴും ഡൽഹിക്ക് പോകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നാണ് സുധാകരന്റെ പ്രതികരണം. എന്നാൽ എംപിമാർ ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് സീറ്റ് ചർച്ചയിൽ തർക്കത്തിന് ഇന്നും അറുതിയായില്ല. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം നടക്കില്ലെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA 24 പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി നിലവിൽ ഒരു സീറ്റും വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം അങ്ങനെ വിട്ടുകൊടുക്കൽ എന്ന് പറഞ്ഞാൽ പകരം സീറ്റ് കിട്ടണ്ടേ. ഇപ്പൊ കേരള കോൺഗ്രസിന് 10 സീറ്റാണുള്ളത്. ആ 10 സീറ്റ് UDF ചർച്ച ചെയ്ത് നേരത്തെ മുതൽ ധാരണയുള്ളതാണ്. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കിയ ലീഗ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും വെച്ചുമാറില്ല. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിക്കും. വേങ്ങരയിൽ പുതിയ സ്ഥാനാർത്ഥി വരും. നല്ല നിലയിൽ ചർച്ചകൾ പോയി പൂർത്തിയായോ എന്ന് കാര്യങ്ങൾ പറയേണ്ടത് ഈ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ടാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. RSPയിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം തീർന്നിട്ടില്ല. CMP നേതാവ് CP ജോൺ തിരുവനന്തപുരം സെൻട്രലിലും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി G ദേവരാജൻ ചാത്തന്നൂരും മത്സരിക്കാൻ UDFൽ ധാരണയായിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.